Hi everyone, this is Abin from everything you want to know about Apple. അങ്ങനെ 2022 ആദ്യത്തെ iOS അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. അത് iOS 15.2.1 എന്നാണ് ആ ഒരു അപ്ഡേഷൻ്റെ പേര്. അത് നമുക്ക് 822 MB-ലാണ് വന്നിരിക്കുന്നത്. iPhone 6s മുതൽ iPhone 13 Pro Max ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ iPadOS 15.2.1 മാത്രമാണ് ആപ്പിൾ റിലീസ് ചെയ്തിരുന്നത്. വേറെ ഒരു അപ്ഡേഷനും ഇപ്പോൾ റിലീസല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ലൈവായിട്ട് ഓപ്പൺ ആണ്. അവിടെ എല്ലാ കൂട്ടുകാരും പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. നമുക്ക് അവിടെയും സംസാരിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ബിൽ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് തന്നെ ജനറലിൽ പോവുക, അവിടുന്ന് എബൌട്ട് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 19C63 എന്ന്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയർ ഒന്നുമില്ല. കൂടുതൽ ഈ ഒരു അപ്ഡേഷനിൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ബഗ് ഫിക്സസും അതേപോലെ സെക്യൂരിറ്റി പാച്ചുമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ അപ്ഡേഷനിൽ ഇപ്പോൾ 15.2 അല്ലെങ്കിൽ 15.3 അങ്ങനെ വന്നിട്ട് 0.01 അല്ലെങ്കിൽ 0.2 0.3 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ iOSലുണ്ടാവുന്ന ബഗ്ഗും അതേപോലെ സെക്യൂരിറ്റി പാച്ചും റിസോൾവ് ചെയ്യാനാണ് അവർ ആ ഒരു അപ്ഡേഷൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ഡേഷൻ്റെ ബഗ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് iMessageലാണ് ആദ്യത്തെ ചേഞ്ച് വരുന്നത്. iMessageൽ നമ്മൾ ഫോട്ടോസ് അയക്കുമ്പോഴും അതേപോലെ iCloudൻ്റെ ഒക്കെ ലിങ്ക് അയക്കുമ്പോൾ അത് വർക്കാവാതെ ഇരിക്കുമായിരുന്നു. ആ ഒരു പ്രോബ്ലം ഈ ഒരു അപ്ഡേഷൻ ലെവൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ കാർപ്ലേയിലാണ്. പല ഡിവൈസുകളും കാർപ്ലേ ആയിട്ട് സപ്പോർട്ട് ആവാതിരിക്കുകയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യുമായിരുന്നു. ആ ഒരു പ്രശ്നം ഈ ഒരു അപ്ഡേഷനിൽ അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗാണ്. സ്റ്റോറേജ് ബഗ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, ഒരു സ്ഥലത്തും പോയിട്ടില്ല. ആ ഒരു ബഗ് നമ്മുടെ ബേറ്റയിലും അതേപോലെ ഒഫീഷ്യൽ അപ്ഡേറ്റിലും ഉണ്ട്. അതെങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ നോക്കുക. അവിടെ നോക്കുമ്പോൾ ചിലവർക്ക് ഈ ഒരു സ്റ്റോറേജ് ഭയങ്കര കൂടുതലായിട്ടും ചിലവർക്ക് ഭയങ്കര കുറവായിട്ടും കാണിക്കാറുണ്ട്. ആക്യുറേറ്റ് അല്ല ഇപ്പോൾ ഈ സ്റ്റോറേജ് കാണിക്കുന്നത്. ചില സമയത്ത് ഫ്ലക്ച്വേറ്റ് ആവാറുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ ബഗ്ഗായിട്ട് ഐഫോണിലുള്ളത്. പിന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ബഗ് ഉണ്ട്. ചിലവർക്ക് വെറുതെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കും. എനിക്ക് അങ്ങനെ വരാറുണ്ട്. നമ്മുടെ ഡിവൈസ് നമ്മൾ ചുമ്മാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ അങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കും. നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയല്ല, തന്നെ സ്ക്രീൻഷോട്ട് എടുക്കും. അത് ഒരു മേജർ ബഗ്ഗാണ്. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്ത് നമുക്ക് വിചാരിക്കാം. കാരണം ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ റിലീസായിട്ടുള്ളൂ. നമുക്ക് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുക. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ഡിവൈസിൽ ആ OS മിനിമം 2 ദിവസമെങ്കിലും റൺ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ബാറ്ററി പെർഫോമൻസും ഹീറ്റിങ്ങും പിന്നെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ പെർഫോമൻസിൻ്റെ കാര്യങ്ങളും മനസ്സിലാവുക. അല്ലാതെ ഒരു അപ്ഡേഷൻ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈസിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുമെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള മാറ്റങ്ങൾ അറിയണമെങ്കിൽ മിനിമം ഒരു 2 ദിവസമെങ്കിലും നമ്മൾ ആ ഡിവൈസ് യൂസ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ iOS 15.2.1ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ആപ്പിൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. എല്ലാ കൂട്ടുകാരും അവിടെ പോയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് സംസാരിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് Abin Xavier signing from everything you want to know about Apple.